കർണാടകത്തിലെ ഹംപിയിൽ ഇസ്രയേലി വനിതയെയും ഹോം സ്റ്റേ നടത്തിപ്പുകാരിയെയും കൂട്ടബലാത്കാരം ചെയ്ത കേസിൽ മൂന്നാമത്തെ പ്രതി പിടിയിലായി. സായിറാം എന്നയാളെ തമിഴ്നാട്ടിൽ നിന്നാണ് പിടികൂടിയത്. ശ്രീനാഥ് ചന്ദ്രൻ ടെലിഫോണിൽ ബോംബെയിൽ നിന്ന്. ശ്രീനാഥ്, കൂടുതൽ വിവരങ്ങൾ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എസ് കെ. വ്യാഴാഴ്ച രാത്രി അർദ്ധരാത്രിയാണ് ഈ സംഭവം ഉണ്ടാവുന്നത്. അതിനുശേഷം രണ്ട് പ്രതികളെ കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പ് പിടികൂടുകയും ചെയ്തിരുന്നു. 3 പ്രതികളാണ് ആകെ ഉണ്ടായിരുന്നത്. മൂന്നാമൻ ഒളിവിലായിരുന്നു. അയാൾക്കായുള്ള തെരച്ചിൽ വ്യാപകമായി നടക്കുന്നുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ തമിഴ്നാട്ടിൽ നിന്നാണ് ഈ പ്രതിയെ പിടികൂടാൻ ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളത്. ഇയാളും ഗംഗാവതി സ്വദേശി തന്നെയാണ്. ഒരു നിർമ്മാണ തൊഴിലാളിയാണ് എന്നതാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഇയാളെ ഇപ്പോൾ കർണാടകയിലേക്ക് എത്തിക്കുകയാണ്. അതിനുശേഷം മറ്റു നടപടികൾ, ചോദ്യം ചെയ്യുന്ന അടക്കമുള്ള മറ്റു നടപടികളിലേക്ക് കടക്കും. ഏതായാലും കേസിൽ ഇനി പ്രതികളാരും ശേഷിക്കുന്നില്ല അറസ്റ്റ് ചെയ്യാൻ എന്നതാണ് മനസ്സിലാക്കുന്നത്. 3 പേരാണ് ഉണ്ടായിരുന്നത് എന്നതാണ് പിന്നീട് ഈ വിദേശ വനിതയും ഹോം സ്റ്റേ നടത്തിപ്പുകാരിയും മൊഴി നൽകിയിട്ടുള്ളത്. നമ്മുടെ രാജ്യത്തെ തന്നെ വലിയ തോതിൽ അന്താരാഷ്ട്ര തലത്തിൽ നാണം കെടുത്തിയ ഒരു സംഭവമായിരുന്നു ഈ ബലാത്സംഗം. ഹോം സ്റ്റേ നടത്തിപ്പുകാരിക്കൊപ്പം രാത്രി വാഹന നിരീക്ഷണത്തിന് പോയ സംഘമാണ് ആക്രമിക്കപ്പെട്ടത്. പുരുഷന്മാരെ കനാലിലേക്ക് തള്ളിയിട്ടായിരുന്നു സ്ത്രീകളെ ഇവർ ഉപദ്രവിച്ചത്. കനാലിലേക്ക് വീണ ഒരു ഒഡീഷ സ്വദേശി പിന്നീട് മരിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ കൊലപാതകം, കൂട്ടബലാത്സംഗം അടക്കം ഗുരുതരമായ കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ ഉള്ളത്.